നീ നഷ്ടപ്പെട്ടവനായി, ഒഴിഞ്ഞവനായി, അവഹേളിക്കപ്പെട്ട് ജീവിക്കേണ്ടവനല്ല. നീ അതിനെ വീണ്ടുകൊള്ള. അടുത്ത 365 ദിവസത്തിനുള്ളിൽ സാത്താൻ മോഷ്ടിച്ചത് യേശുവിന്റെ നാമത്തിൽ 7 മടങ്ങാൻ നിനക്ക് നഷ്ടപ്പെട്ടത് എന്താണെങ്കിൽ അത് പണമായിരിക്കാം, നിന്റെ റെപ്യൂട്ടേഷൻ ആയിരിക്കാം, വരുമാനമായിരിക്കാം, നിന്റെ ബുദ്ധിയായിരിക്കാം, നിന്റെ ഭൗതികമായിരിക്കാം, അതുപോലെ നിന്റെ ആത്മീയമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുന്നു, വലയിൽ കയറുന്നത് നിന്റെ വലയിൽ കയറിയിരിക്കും. ചൂണ്ടലിൽ കൊത്തേണ്ടത് നിന്റെ ചൂണ്ടലിൽ കൊത്തിരിക്കുക. വഴുതി പോകുവാൻ ഇനി അവൻ സമ്മതിക്കത്തില്ല. നഷ്ടപ്പെട്ടത് അവൻ നിനക്ക് തിരികെ നൽകുന്നു. കാരണം സ്വർഗം തുറന്നിരിക്കുക. ഇത് ബ്രദർ സുരേഷ് ബാബുവിന്റെ ശബ്ദമല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദമാത്രേ. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ആ വീട്ടിൽ ചിലത് നടക്കുന്നു. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ആ വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിലത് നടക്കുന്നു. ഇവിടെ ആരാധിക്കുമ്പോൾ വിദേശത്തായിരിക്കുന്നവർ ചിലത് നടക്കുന്നു. ഇഴഞ്ഞു ഓടുന്ന സർപ്പത്തിന് തത്തുല്യമായി ദുരാത്മ മണ്ഡലങ്ങൾ ഏതൊക്കെയോ മേഖലകളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഓടി വരികയാണ്. കരങ്ങളടിച്ച് തമ്പുരാൻ പറഞ്ഞു, നോ, നീ നഷ്ടപ്പെട്ടവനായി, ഒഴിഞ്ഞവനായി, അവഹേളിക്കപ്പെട്ട് ജീവിക്കേണ്ടവനല്ല. നീ നഷ്ടപ്പെട്ടവനായി ജീവിക്കേണ്ടവനല്ല. എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നീ ജീവിക്കേണ്ടവനല്ല. നീ ഇന്നും എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ജീവിക്കേണ്ടവനാണ്. നീ ഒഴിഞ്ഞവനല്ല, നീ നിറഞ്ഞവനാണ്. നീ അതിനെ വീണ്ടുകൊള്ള. ഇയ്യോബ് ഇരട്ടിയായി വീണ്ടുകൊണ്ടു. സക്കായി പറയുന്നു 4 മടങ്ങ്. സദൃശവാക്യം 6, 30, 31, 7 മടങ്ങ്. അടുത്ത 365 ദിവസത്തിനുള്ളിൽ അടുത്ത 365 ദിവസത്തിനുള്ളിൽ സാത്താൻ മോഷ്ടിച്ചത് യേശുവിന്റെ നാമത്തിൽ 7 മടങ്ങാൻ. ആരെങ്കിലും എന്നോട് കൂടെയുണ്ടോ? 7 മടങ്ങാൻ. തന്ത്രങ്ങളെ പൊട്ടിച്ച്, തന്ത്രങ്ങളെ തകർത്ത്, ശക്തികളെ ശാസിച്ച്, ആഫ്രിക്കൻ മണ്ണിൽ നിന്ന് നിലക്കെതിരെ എഴുതിവിട്ട അസ്ത്രങ്ങളെ തകർത്ത്, നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യയിൽ നിന്ന് എഴുതിവിട്ടതായ ദുരാത്മ മണ്ഡലങ്ങളെ ആ ശത്രുവിന്റെ അഗ്നി അസ്ത്രങ്ങളെ തകർക്കുന്ന താൻപുരാൻ പറയുന്നു, sevenfold restoration.